ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ 24 പുറത്തുവിട്ടത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത്. പ്രതി ജയചന്ദ്രൻ പോലീസിന്റെ വലയിലായി. കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കോൺക്രീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഈ മാസം 7-ാം തീയതിയായിരുന്നു നാടിനെ ഞെട്ടിക്കുന്ന ഈ കൊലപാതകം അരങ്ങേറിയത്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് മനീഷ് മഹിവാൽ തത്സമയം ചേരുകയാണ്. ഒപ്പം കൂടുതൽ വിവരങ്ങളുമായി വാർത്ത പുറത്തുവിട്ട അരുൺ രാജു കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം മനീഷ് മഹിവാലിലേക്ക്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ കൊലപാതകം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. എങ്ങനെയാണ് ഈ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക്? SKN ഈ കൊലപാതക വാർത്ത ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്ന സ്പോട്ടിലേക്ക് ആദ്യം എത്തുന്ന വാർത്താ സംഘവും 24 ആണ്. ഇവിടെ ഇപ്പോൾ ഈ പുറക്കാട് പഞ്ചായത്തിലെ വാർഡ് 2-ാം വാർഡാണ്. ഈ മൂന്നാം വാർഡാണ്. ഇവിടെ പുതുവൽ എന്ന വീടാണ്. ഈ വീടിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടുത്തെ ആളാണ് ജയേന്ദ്രനാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ ഈ വീടിനകത്തോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തോ എവിടെയോ ഒരു സ്ഥലത്ത് ഈ മൃതദേഹം കൊന്ന ശേഷം കുഴിച്ചുമൂടി അതിനുശേഷം കോൺക്രീറ്റ് ചെയ്തു എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന ഈ ഒരു വീടുണ്ട്. ഇത് ഒരു വീട് പണി നടക്കുകയാണ്. ഇത് ഇയാളുടെ വീടല്ല, മറ്റൊരാളുടെ വീടാണ്. പക്ഷെ ഇതിനകത്താണോ, ഈ നിർമ്മാണം നടക്കുന്ന ഈ വീടിനകത്താണോ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം കോൺക്രീറ്റ് ചെയ്തതെന്ന സംശയമാണ് നമുക്കുള്ളത്. ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ട്. അവർ പറയുന്നത് ജയചന്ദ്രൻ ഇവിടെ നേരത്തെ തീരദേശവാസിയാണ്, അയാൾ മത്സ്യത്തൊഴിലാളിയാണ്. അയാൾ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി അയാൾക്ക് സർക്കാർ വീട് വെച്ച് നൽകിയതാണ്. ഇങ്ങോട്ടേക്ക് മാറി താമസിക്കുകയാണ്. ഭാര്യയും മകനുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. ഇയാൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നതെങ്കിൽ കൂടി ഈ വിജയലക്ഷ്മി ഇവിടെ വന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. അങ്ങനെ ഒരാളെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതായി പോലും അറിയില്ല. കൊലപാതകം നടന്നത് നവംബർ മാസം 6-ാം തീയതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരൊക്കെ തന്നെ പ്രതികരിക്കാൻ കൂടി തയ്യാറാണ്. കാരണം ഇതൊരു ഞെട്ടലാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ആളുകൾക്ക് സംശയമുണ്ട്. ചേട്ടാ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ?